രാജ്യത്തെ ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ വ്യാപകമായ അക്രമങ്ങൾ നടക്കുന്നുവെന്ന ലത്തീൻ അതിരൂപത മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തുവെന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാനും സർക്കുലർ ആഹ്വാനം ചെയ്യുന്നു. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ആഹ്വാനം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിർബനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുന്നു. 8:40 ബലിക്ക് സെന്റ് പാട്രിക് കമ്മിറ്റിയായിരിക്കും നേതൃത്വം വഹിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച പാദപ്രക്ഷാളന കർമ്മത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ന് 2:30 മദർ തെരേസ ഹോളിൽ വെച്ച് നടക്കുന്ന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ്. കുരിശൂർ ഞായറാഴ്ച രാവിലെ 7 മണിക്ക് നമ്മുടെ വേളാങ്കണ്ണി മാതാവിന്റെ കുരിശടിമുറ്റത്ത് വെച്ച് കുരുത്തല വെച്ചിരിക്കും. തുടർന്ന് കുരുത്തല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. അന്ന് രാവിലെ 5:30 7 മണിക്കുള്ള ദീപങ്ങൾക്ക് ശേഷം വൈകുന്നേരം 5 മണിക്ക് മാത്രമേ ദീപത്തിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. പുരുഷന്റെ വഴിയും അതിനെ തുടർന്ന് ഉണ്ടായിരിക്കും. നമ്മുടെ ഇടവമധ്യസ്ഥന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്നിനുള്ള സാധനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഇടവ കാര്യാലയത്തിൽ അവ ഏൽപ്പിക്കാവുന്നതാണ്. മാർച്ച് 18 5:30 സന്ധ്യാവന്ദന പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പ്രദക്ഷിണത്തിൽ എല്ലാ ഇടവ ജനങ്ങളും ഹൃദയപൂർവ്വം പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാർച്ച് 19 11 മണിക്ക് വിശുദ്ധ യോസേഫ് പിതാവിന്റെ സ്തുതിക്കായി ദിവ്യബലിയും തുടർന്ന് നേർച്ച സദ്യയും ഉണ്ടായിരിക്കും. അതിനാൽ പതിവ് പോലെ വിസർജനീസിന്റെ നൊവേനയും ആരാധനയും ഉണ്ടായിരിക്കുന്നതല്ല. അന്നേ ദിവസം വൈകുന്നേരം 5:30 5:30 തിരുനാൾ സമൂഹ ദിവ്യബലിയും തുടർന്ന് വിശുദ്ധ ദൈവസഹായിക്കുള്ള ചരിത്ര നാടകവും ഇടവക ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 23 ശനിയാഴ്ച വൈകുന്നേരം 5:30 ദിവ്യബലിക്ക് ശേഷം കുമ്പസാരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നിർബനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിർബൻ, രാജ്യവ്യാപകമായി തന്നെ ക്രൈസ്തവരും ക്രിസ്തീയ സ്ഥാപനങ്ങളും അക്രമങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണോ ഇങ്ങനൊരു സർക്കുലർ ഇപ്പോൾ പള്ളിയിൽ വായിച്ചത്? സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രൂപതയുടെ പള്ളികളിലാണ് രാവിലെ പ്രഭാത പ്രാർത്ഥനയിലടക്കം ഇപ്പോൾ സർക്കുലർ വായിക്കുന്നത്. രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെയുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സർക്കുലർ. ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ രാജ്യത്ത് പതിവ് സംഭവങ്ങളാകുന്നു എന്നതാണ് സർക്കുലർ പറയുന്നത്. രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥന ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ലത്തീൻ അതിരൂപതയുടെ സർക്കുലറിലെ ആഹ്വാനത്തിൽ പറയുന്നത്. എല്ലാ പള്ളികളിലും രാവിലത്തെ പ്രഭാത പ്രാർത്ഥന മുതൽ തന്നെ സർക്കുലർ വായിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയിലെ സർക്കുലർ വായിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പം മുമ്പ് നേരിട്ട് തന്നെ കേട്ടത്. മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാനാണ് തീരുമാനം. ഇത് എല്ലാ പള്ളികളിലും, ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ മുഴുവൻ പള്ളികളിലും ഈ പ്രാർത്ഥനാ ദിനം ആചരിക്കണം. ഇത് അറിയിച്ചുകൊണ്ടാണ് ലത്തീൻ പള്ളികളിൽ സർക്കുലർ വായിച്ചത്. രാജ്യത്ത് മത ധ്രുവീകരണത്തിനുള്ള ശക്തമായ ശ്രമമാണ് നടക്കുന്നത്. ഈ മൗലിക അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും രാജ്യത്ത് ഹനിക്കപ്പെടുന്ന അവസ്ഥ രാജ്യത്ത് തുടരുകയാണ്. ഈ മണിപ്പൂരിലെ പള്ളികൾക്കെതിരെ നടന്ന ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലത്തീൻ അതിരൂപതയുടെ ഈ ആഹ്വാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഇന്ത്യയിൽ ഉണ്ടാകുന്നു. പള്ളികൾ തകർക്കപ്പെടുന്നു. സ്വൈരമായിട്ടുള്ള ആരാധനാ സംവിധാനത്തിൽ നിലനിൽക്കാത്ത അവസ്ഥയിലേക്ക് രാജ്യം പോകുന്നു. ഭീഷണിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് രാജ്യം പോകുന്നത്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉപവാസ പ്രാർത്ഥനയിലൂടെ അനുഷ്ഠിക്കണം എന്നതാണ്. 22-ാം തീയതി മാർച്ച് 22-ന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നും ഈ സർക്കുലർ പറയുന്നുണ്ട്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ലത്തീൻ സഭയുടെ ഈ ഒരു പ്രാർത്ഥനാ ദിനത്തിന്റെയും ഒപ്പം തന്നെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് രാജ്യത്തെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലും ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ശരി, വിവരങ്ങൾ